ഇപ്പോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കാണ് അടൂർ അന്തിച്ചിറയിൽ നായ വളർത്തൽ കേന്ദ്രം നടന്ന അമ്മയും മകനും. നായകൾക്ക് വിഷം കൊടുത്ത് തങ്ങളും ജീവനൊടുക്കുമെന്നാണ് അവരുടെ ഭീഷണി. കോഴഞ്ചേരി സ്വദേശിയായ സന്ധ്യയും മകനുമാണ് വാടക വീട്ടിൽ നായ്ക്കളെ വളർത്തുന്ന വിവരങ്ങളുമായി എ വി ജയശങ്കറുണ്ട്. അതിനു മുമ്പ് അവരുടെ പ്രതികരണമുണ്ട്. പട്ടിയെക്കെല്ലാം ഭക്ഷണമുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണമില്ലാത്തത്, കുടിക്കാൻ വെള്ളമില്ല. ഇപ്പൊ മോൻ മേടിച്ചോണ്ട് വന്നതേ ഉള്ളൂ വെള്ളം. അത് ഭക്ഷണം ഉണ്ട്, ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വീടെടുത്ത് പോകാനായിട്ട് സാഹചര്യം വന്നാൽ ഉണ്ടാക്കിയാൽ നാട്ടുകാരായിട്ട് ഉണ്ടാക്കിയാൽ ഞങ്ങൾ പോകും, അവരെ വളർത്തും. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ആത്മഹത്യ ചെയ്തിരിക്കും. ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ ഒത്തിരി ബുദ്ധിമുട്ടിക്കരുതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ഒത്തിരി ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. എ വി ജയശങ്കർ വിവരങ്ങൾ ചേരുന്നു. ജയശങ്കർ, എന്തുകൊണ്ടാണ് ആ അമ്മ അത്രയും വൈകാരികമായി സംസാരിക്കുന്നത്? അതായത് ആശ്മി, കോഴഞ്ചേരി സ്വദേശികളായ സന്ധ്യയും മകനുമാണ് ഇത്തരത്തിൽ ഈ വാടക വീടിനോട് ചേർന്ന് മറ്റൊരു വീടെടുത്തുകൊണ്ട് പട്ടി വളർത്തൽ കേന്ദ്രം നടത്തുന്നത്. കഴിഞ്ഞ കുറെ ദിവസമായി വലിയ തോതിൽ ഈ കേന്ദ്രത്തിനെതിരെ നാട്ടുകാരുടെ ഉൾപ്പെടെ വലിയ പ്രതിഷേധമുണ്ട്. കാരണം 140ഓളം പട്ടികളാണ്, അതിന്റെ മണമുണ്ട്, ശബ്ദമുണ്ട്. അങ്ങനെ നാട്ടുകാർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ഇതിനു മുമ്പ് ഈ പഞ്ചായത്ത് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് ഈ കേന്ദ്രം മാറ്റണമെന്ന നോട്ടീസ് ഉൾപ്പെടെ നൽകി. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ഈ മാർച്ച് 1-ാം തീയതിയോടുകൂടി കേന്ദ്രം ഇവിടുന്ന് മാറ്റാമെന്നാണ് ഇവർ അധികൃതരോട് പറഞ്ഞത്. പക്ഷേ ഇത്രയും ദിവസമായിട്ട് തീരുമാനം ഉണ്ടായില്ല. രാവിലെ വലിയ പ്രശ്നം ഇവിടെ ഉണ്ടായി. അങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അങ്ങനെ നാട്ടുകാർ നിരന്തരമായി ഇവർക്കെതിരെ ഇങ്ങനെ വീടിന് ചുറ്റും കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇത്തരത്തിൽ ഉള്ളൊരു പ്രതികരണം അമ്മയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അതായത് ആത്മഹത്യാ ഭീഷണിയാണ് അവർ മുഴക്കുന്നത്. ഈ നായയും തങ്ങളുമൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരും, നായകൾക്ക് വിഷം കൊടുത്ത് തങ്ങളുടെ ജീവനും ഒടുക്കേണ്ടി വരുന്ന ഒരു ഭീഷണിയാണ് ഈ അമ്മയുടെ ഭാഗത്തുനിന്നുണ്ട്. അത് മകനും സമാനമായ രീതിയിൽ വൈകാരികമായാണ് പ്രതികരിക്കുന്നത്. പക്ഷേ ഈ നാട്ടുകാരെ സംബന്ധിച്ച് അശ്മി, ഒരു 140ഓളം നായ്ക്കൾ ഒരു വീട്ടിൽ 3-4 വീടുകളിൽ കുത്തി നിറച്ച് ഇടുന്നു. ആ ഒരു സാഹചര്യത്തിൽ അതിന്റെ ശബ്ദം, അതിന്റെ മണം ഈ കാറ്റിലൂടെ ഈ വീട്ടമ്മയ്ക്കും മകനും അവിടെ ഇഷ്ടമില്ലാതെ താമസിക്കുകയാണോ, മറ്റു വഴികളില്ലാതെ താമസിക്കുകയാണോ? ഇപ്പൊ എന്താ പ്രശ്നം എന്നാണ് അവർ പറയുന്നത്? ഇപ്പൊ നാട്ടുകാർ ഒരു വഴി ഉണ്ടാക്കി തന്നാൽ മാറി താമസിക്കാൻ തയ്യാറാണെന്ന് പറയുന്നല്ലോ. തന്നെയല്ല ഈ നായ്ക്കളെ ഇവരെന്തിനാ ഇങ്ങനെ വളർത്തുന്നത്? ഇപ്പോ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്ന എന്തെങ്കിലും കേന്ദ്രമാണോ? ഇതിനൊക്കെ ലൈസൻസ് വേണം, അനുമതി വേണം. അതൊന്നും ഇല്ലാതെ ഒരു സ്ഥലത്ത് കുറെ നായ്ക്കളെ ഇങ്ങനെ സംരക്ഷിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത് ഈ അവരുടെ പ്രതികരണത്തിൽ അതും മനസ്സിലാകുന്നില്ലല്ലോ ജയശങ്കർ. വിജയകുമാർ, നമ്മൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ എന്തിനാണ് ഇത്തരം നായ്ക്കളെ വളർത്തുന്നത്, ഇതിന്റെ പിന്നിൽ ലക്ഷ്യം എന്താണെന്നൊക്കെ അവരടുത്ത് ചോദിച്ചു. പക്ഷെ അതിനൊന്നും ഒരു മറുപടി ഇല്ല. കയറ്റുമതിയാണോ എന്നൊക്കെ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പക്ഷേ ഒരു കൃത്യമായ മറുപടി ഈ വിഷയങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അവർ ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ താൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങളൊന്ന് പോയി അന്വേഷിക്കൂ സന്ധ്യ ആരാണെന്ന്, അത്തരം മറുപടികളൊക്കെയാണ് അവരുടെ ഭാഗത്തുനിന്നുള്ളത്. നാട്ടുകാർക്ക് ഒറ്റ ആവശ്യമേ ഉള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെയും നമ്മോടൊപ്പം സംസാരിച്ചതാണ്. അവർ പറയുന്നത് ഈ നായക്കൂട്ടത്തെ, ഈ നായ സാമ്രാജ്യം ഇവിടെ നിന്ന് മാറ്റണം, തങ്ങൾക്കൊന്ന് സുഖമായി ഉറങ്ങണം. ഈ പ്രദേശത്ത് വലിയ തോതിൽ രോഗികളായ ആൾക്കാർ ഉൾപ്പെടെയുണ്ട്. അവർക്കുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ്. ഈ നിരന്തരം ഈ നായ്ക്കൾ ഇങ്ങനെ കുരയ്ക്കുമ്പോൾ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന ബുദ്ധിമുട്ട് അവർ പറയും. നമ്മൾ ഈ വീടിന്റെ ഉള്ളിൽ 1-2 മുറികളുണ്ട്. ആ മുറികളിലെല്ലാം കുത്തി നിറച്ചിരിക്കുകയാണ്. ഇവർ താമസിക്കുന്ന പുതിയ വീട് ഇവിടെയുണ്ട്. ആ പുതിയ വീട്ടിലും സമാനമായ രീതിയിൽ നായ്ക്കളാണ്. ഇവിടെ ഈ അടുക്കളയുടെ ജനാലിലൊക്കെ കൂടി നായ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അങ്ങനെ സകല ഭാഗത്തും നായ്ക്കളെ കുത്തി നിറച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വീട്ടിലുള്ളത്. പക്ഷെ അവർ കൃത്യമായി പറയുന്നു, ഈ പഞ്ചായത്ത് അധികൃതർക്ക് പറയുന്ന ലൈസൻസ് ഇല്ല എന്നാണ്. മകന്റെ അമ്മയ്ക്ക് പിന്നാലെ, അമ്മ സന്ധ്യയ്ക്ക് പിന്നാലെ മകൻ കൂടെ അവിടെ ഉണ്ട്. മകന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. എന്താണ് മകന് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം. പഞ്ചായത്തിലെ ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ വന്ന് ലൈസൻസിന് വേണ്ടി എല്ലാം എടുത്ത അന്നാണ്. ലൈസൻസ് ഇല്ല, ഇപ്പോഴാണ് പറയുന്നത്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാം. ആ ലൈസൻസ് എടുത്താൽ ഇവിടെ താമസിക്കത്തില്ലെന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാം. ഇപ്പോഴല്ലേ നിങ്ങൾ ഇപ്പോഴല്ലേ ഇതിന്റെ ഇതായത്? അതിന് മുമ്പത്തെ പ്രസിഡന്റുണ്ടോ? പുള്ളിയുടെ കാര്യം എന്നോട് പുള്ളിയുടെ ചോദിച്ചിട്ടുണ്ടോ ആ കാര്യം? ലൈസൻസ് ഉണ്ടോ ഇല്ലയോ? ലൈസൻസ് ഉണ്ടോ ഇല്ലയോ? പറയൂ. ഇതിന് നിങ്ങൾ ഈ പറഞ്ഞ ലൈസൻസ് ഞാനിപ്പോ എടുക്കാം. ലൈസൻസ് ഇല്ല, ഇപ്പോ എടുക്കാം എന്നാണ് ഈ മകൻ പറയുന്നത്. ഇതിൽ അങ്ങേയറ്റം ദുരൂഹമാണ്. ഇപ്പോൾ 2 സംഭവം, എറണാകുളത്താണെങ്കിലും ഇതായിപ്പോ നമ്മൾ ഈ പറയുന്ന പത്തനംതിട്ടയാണെങ്കിലും ഇത് നടത്തുന്നത് അങ്ങേയറ്റം ദുരൂഹതയുള്ള ആളുകൾ. അവരൊന്നും പുറത്തു പറയുന്നില്ല. അവരെന്തോ വളരെ ഷെയ്ഡിയായി അവർ പെരുമാറുന്നു. വീട്ടിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. ഇപ്പൊ എറണാകുളത്താണെങ്കിൽ അവിടെ ജനപ്രതിനിധിയെ പോലും അകത്തേക്ക് കടത്തിവിടുന്നില്ല. ആ വീട് വാടകയ്ക്ക് കൊടുത്ത വീട്ടുടമയ്ക്ക് ഏതാണ്ട് മതിൽ പൊളിച്ചു വേണമായിരുന്നു അകത്ത് കയറേണ്ട സാഹചര്യം ഇന്നലെ ഉണ്ടായത്. ഇവിടെയും സമാന സാഹചര്യമാണ്. എന്തിനാണ് ഇത്രയും നായ്ക്കളെ അവർ വളർത്തുന്നത്?
അതെന്തെങ്കിലും ഒരു സംരക്ഷണ കേന്ദ്രമായി നടത്തുകയാണെങ്കിൽ അതിന് ലൈസൻസ് ഉണ്ടോ, അനുമതി ഉണ്ടോ, പേപ്പർ ഉണ്ടോ, അതൊന്നും പറയുന്നില്ല. ലൈസൻസ് ഇല്ല, ഇപ്പൊ ഇത് എടുത്തേക്കാം എന്നാണ് ഇതാ ഈ പത്തനംതിട്ടയിലെ അത് നടത്തുന്നയാളുടെ മകൻ എന്ന് ആൾ പ്രതികരിക്കുന്നത്. ജയശങ്കർ, ഇതിൽ അവിടെ പോലീസൊന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ പോലീസൊക്കെ എത്തിയാണ് അവിടെ സ്ഥിതിഗതികൾ ഒന്ന് നിയന്ത്രണ വിധേയമാക്കിയത്. ഇവിടെ പോലീസൊന്നും എത്തിയിട്ടില്ലേ? ഇതിൽ എന്തെങ്കിലും ജില്ലാ ഭരണകൂടം, കളക്ടറൊക്കെ ഇടപെടേണ്ട കാര്യമാണല്ലോ. നാട്ടുകാരുടെ ഒരു സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയെങ്കിൽ അവിടെ ജില്ലാ ഭരണകൂടത്തിനൊക്കെ ഇടപെടാതിരിക്കാൻ കഴിയില്ലല്ലോ. അതായത് വിജയകുമാർ, അതീവമായ ഉന്നത ഇടപെടൽ ആവശ്യമുള്ള ഒരു വിഷയമാണ്. പക്ഷേ ഇതുവരെ പോലീസ് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. രാവിലെ പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒക്കെ ചില ഉദ്യോഗസ്ഥരോട് എത്തുകയും വീട്ടുകാരുമായൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഈ നായവളർത്തൽ കേന്ദ്രം എന്തിനാണ് ഇത്തരം വളർത്തുന്നത് ഉൾപ്പെടെ ഈ വീട്ടുടമയുടെ മകൻ ഇവിടെ ഉണ്ട്. ചേട്ടാ, ഇത് എങ്ങനെ നിങ്ങൾ നിയമപരമായിട്ടാണോ നടത്തുന്നത്? എന്താണ് ഇവിടെ വന്നപ്പോ ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളുടെ ലൈസൻസിന് ഇഞ്ചക്ഷൻ എടുക്കാറില്ല. വലിയ 42 പേരുടെ ലൈസൻസ് എടുത്തു. ആ ലൈസൻസ് എടുത്താലും ഇവിടെ നിർത്തത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്തിനാ അത്രയും പൈസ മുടക്കി ലൈസൻസ്? അല്ല, ഞങ്ങൾ റെസ്ക്യൂ ചെയ്ത് വളർത്തുന്നതാണ്. അതില് നിങ്ങൾ ആ നായ നോക്കുതോ, തിരിഞ്ഞു നോക്കുക. അത് നമ്മൾക്ക് ആദ്യം വന്നപ്പോ ആദ്യം ഇവർ പറഞ്ഞല്ലോ 1 ഏക്കർ വസ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നത്. ഒരു മെഷ് കെട്ടി അത്രയും തിരിച്ചാലും ആ പട്ടികളെ അവിടെ ഇടാം. ഇവരെ വഴക്ക് വരും, ശരിയാണ്. പക്ഷെ ഈ വീട്ടിനകത്ത് ഇട്ട തന്നെയാണ് പ്രശ്നം. അത് വേറെ രീതിയിലാക്കി മൊത്തം പ്രശ്നമാക്കിയതാണ്. ഇവർക്ക് ഇതിന്റെ ബന്ധുക്കൾക്ക് ആ വസ്തു വേണം. അതിന്റെ പ്രശ്നമാണിത്. അല്ല, ഞങ്ങളുമായിട്ടുള്ള വൈരാഗ്യമൊന്നും അല്ലത്. അതായത് ആശ്മി, വിജയകുമാർ, അവർക്ക് അവരുടെ ന്യായീകരണങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ലൈസൻസ് ഉണ്ടോ ചോദ്യത്തിന് നായ്ക്കൾക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടെന്നാണ് മകൻ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ചേട്ടാ, ലൈസൻസ് ഉണ്ടോ? പഞ്ചായത്ത് ലൈസൻസ് ഇല്ല, ചട്ടവിരുദ്ധമാണ്. തുടർ നടപടികൾ എന്തായിരിക്കും? പഞ്ചായത്തിൽ നിന്ന് നാളെ തന്നെ കത്ത് കൊടുക്കും. ഇന്ന് രാവിലെ സ്പെഷ്യൽ സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ ജനപ്രതിനിധികളും മറ്റുള്ള നാട്ടുകാരും 150-ൽ പരം ജനങ്ങൾ ഇവിടെ കൂടി. ഇവിടെ വലിയ പ്രക്ഷോഭമായിരുന്നു. ഈ മാസം 20-ാം തീയതിക്കുള്ളിൽ ഇവിടുന്ന് മാറിത്തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അമ്മയും മകനുമാണ് ഇവിടെ താമസിക്കുന്നത്. ഇവർ പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളെ മാറാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് ഇവരുടെ ഒരു ആക്ഷേപം. അങ്ങനെയൊക്കെ ഉണ്ടോ? എന്തിന് മാറാൻ സമ്മതിക്കാതിരിക്കണം? ജനങ്ങളുടെ വിഷയമാണ്. ഇത്രയും ചുറ്റുവട്ടത്തുള്ള ധാരാളം വീട്ടുകാരുണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നപ്പോൾ സ്മെല്ല് മനസ്സിലായി കാണുമല്ലോ. അതിഭയങ്കരമായ വാടയാണ്. ഈ വാട സഹിച്ച് കാറ്റടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വാടയുള്ളത്. ഇത് നില തുടർന്ന് മുന്നോട്ട് കൊണ്ടാൽ ഞങ്ങൾ സമ്മതിക്കില്ല. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ആശങ്ക വിചാരിക്കേണ്ട. അതാണ് പറയുന്നത്. എന്തായാലും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു കേന്ദ്രം തുടരാൻ അനുവദിക്കില്ല. കൃത്യമായി ഇവരിവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇടപെടേണ്ട വിഷയമാണ്. കാരണം ഈ മനുഷ്യന്മാർക്കുള്ള പോലെ തന്നെ ഈ നായ്ക്കൾക്കും ചില അവകാശങ്ങളുണ്ട്. ഈ വീടിനുള്ളിൽ നായ്ക്കളെ കുത്തി നിറച്ചിരിക്കുന്ന സാഹചര്യമാണ്. നമ്മൾ ഈ വീട്ടുടമയോട് ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് കൃത്യമായ മറുപടി അക്കാര്യത്തിൽ ഇല്ല. പുറത്തുള്ള ചില നായ്ക്കളെ നോക്കി അവർ എങ്ങനെ ജീവിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും SKN ആശ്മി, വിജയകുമാർ, ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ആവശ്യമാണ്. ഈ നാട്ടുകാർക്കും ജീവിക്കണം. ഓക്കെ, താങ്ക് യു. AV ജയശങ്കറാണ് അടൂരിൽ നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇതിനകത്ത് ആഷ്മി പറഞ്ഞ പോലെ കുറച്ച് ദുരൂഹതകളുണ്ട്.